ഇപ്പോഴൊന്നും ഈ സുരേഷ് ഗോപിയിലൊന്നും കാണുന്നില്ലല്ലോ. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും ഒരു തോർത്തൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നതാണല്ലോ. ഇപ്പം കാണുന്നേ ഇല്ല. സുരേഷ് ഗോപി പിന്നെ കന്യാസ്ത്രീമാരെ മർദ്ദിച്ച സംഭവം ഉണ്ടായതിന് ശേഷം സുരേഷ് ഗോപിയുടെ ശബ്ദമേ കാണുന്നില്ല. ഒളിവ് ജീവിതത്തിലേക്ക് പോയിരിക്കുന്നത്. ഇന്ന് ചിലപ്പം ഞാനിത് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് എന്തെങ്കിലും പറയുമായിരിക്കും. നാളെ പിന്നെ അവൻ്റെ തറക്കല്ലിടെയാണ് മിഥുൻ്റെ വീട്ടിൻ്റെ രാവിലെ 10 മണിക്ക്. അതൊക്കെ 2 മാസം വീട് തീരെ. നമ്മുടെ ഈ ബി.എഡ് കരിക്കുലത്തിൽ കൂടി ഇത് ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് കൗൺസിലിംഗ് കുറച്ചും കൂടി കാര്യക്ഷമമാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു, പിന്നീട് വിവര സംവിധാനമായപ്പോൾ അതിന്റെ പ്രാധാന്യം കുറയുന്നതും ഘട്ടം ഉണ്ടായി. ആ കൗൺസിലിംഗിന് കരിക്കുലത്തിൽ മാറ്റം ഉണ്ടാവും. കരിക്കുലത്തിൽ മാറ്റം ഉണ്ടാവും. ഹയർ എഡ്യൂക്കേഷൻ കൊടുത്തു. ഏത് കരിക്കുലത്തിൽ മാറ്റം ഉണ്ടായതല്ല, അവൻ ഓരോരുത്തരും അവൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. എങ്ങനെ സമീപിക്കുന്നു. അപ്പം അതിൽ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ബന്ധപ്പെട്ട് ഞാൻ പറയാം, ഇപ്പോൾ DO-മാർ AEO-മാർ, ഞാൻ അവരെ പറക്കെ ആക്ഷേപിക്കുന്നില്ല. അവർ ടീച്ചർമാരായി പിന്നെ പ്രൊമോഷൻ കിട്ടി വരുന്നവരാണ്. അവർക്ക് ഓഫീസ് വർക്ക് അത്ര പരിചയം കുറവാണ്. അവർക്കൊരു ട്രെയിനിങ് പ്രത്യേകം കൊടുക്കണം. അവർക്ക് പിന്നെ 90% ആൾക്കാർക്ക് എല്ലാത്തിനും സംശയമാണ്. അതുകൊണ്ടെന്താ ഒപ്പിടില്ല, അതുകൊണ്ടെന്താ ഫയലോടെ കുന്നുകൂടി കിടക്കും. നമുക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ഫയലുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. നമുക്ക് എത്ര ഫയൽ വരും ഒരു മാസം? നമുക്ക് ഒരു മാസം എത്ര ഫയൽ വരാൻ സാധ്യതയുണ്ട്? ഇപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 22,000 ഫയൽ തീർക്കാൻ ബാക്കി ഒരു 30,000 ഫയലൊക്കെ ഒരു മാസം തീർക്കേണ്ടതാണ്. അപ്പോൾ അത് ധൃതി പിടിച്ച് തീർത്താലേ പറ്റുള്ളൂ. മൂലയിലോട്ട് തള്ളിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ പാവങ്ങളുടെ കാര്യം ഈ CM പറഞ്ഞ പോലെ ആവും. സ്കൂൾ ഓപ്പൺ ചെയ്ത സമയത്ത് പോലീസുകാർ പരാതിപ്പെട്ടുകൾ സ്ഥാപിക്കാറ് പല സ്കൂളുകളിലും. അതൊക്കെ ഒരു യാന്ത്രികമായതുകൊണ്ട് സ്ഥാപിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളിത് നല്ല പ്രചരണം കൊടുത്ത് നമ്മൾ ഇടപെടുന്നു തോന്നിയാൽ ഉണ്ടാവും. PTA ഇടപെട്ടതിന് ശേഷമാണ് ഇവർ ഇത് പുറത്തേക്ക് പറഞ്ഞത്. PHM മറച്ചു വെക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ അത് നമ്മൾ മാധ്യമപ്രവർത്തകർ നടത്തുന്നു. PHM മാധ്യമപ്രവർത്തകരെ അകത്തോട്ട് കയറ്റാതെ അവർ ഞാൻ പറയാൻ പറ്റുമോ? വിദ്യാഭ്യാസ പിന്നെ വകുപ്പ് ഒരു അന്വേഷണം നടന്നു. അന്വേഷണം നടത്തുന്ന അവസരത്തിൽ പിന്നെ സ്കൂളിൽ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, സ്കൂളിനകത്ത് നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്വേഷണം നടത്തി. കുട്ടിയെയും കുട്ടിയുടെ പഠിപ്പിച്ച ടീച്ചർമാരെയും കൂട്ടുകാരോടൊക്കെ തന്നെ എന്താ കാര്യങ്ങളെ സംബന്ധിച്ചത് അന്വേഷിക്കുന്നു.